ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഗോവിന്ദനും തെറ്റ് ചെയ്തു, അതുപോലെ കിഷോറും തന്നോട് തെറ്റ് ചെയ്തു എന്നാണ് ഗീതു പറയുന്നത്. അപ്പോൾ ഒരു പെണ്ണിനെ കാശ് കൊടുത്ത് വാങ്ങാൻ നോക്കിയ ഗോവിന്ദനും തെറ്റുകാരനാണെന്നും പറഞ്ഞ് ഇനി തൻ്റെ പിറകെ ആരും വരരുതെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു നമ്മുടെ ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കിഷോർ എന്ന് പറയുന്ന ആ കാശിനോട് ആക്രാന്തമുള്ളവനെ വെറുതെ വിടരുതെന്നും പറഞ്ഞു മഹേഷ് ഗീതുവിൻ്റെ പിന്നാലെ പോകുക. മഹേഷ് ഓടിക്കതച്ച് ഗീതുവിൻ്റെ പിന്നാലെ പോയെങ്കിലും ഗീതുവിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഗീതു എങ്ങോട്ട് പോയി, എങ്ങനെ പോയി, ഇതൊന്നും മഹേഷിന് അറിയാനും കഴിഞ്ഞില്ല. മഹേഷാണെങ്കിൽ ഈ കിഷോറിന് കൊടുത്ത പൈസയെല്ലാം തിരിച്ചു മേടിച്ചുകൊണ്ടാണ് പോരുന്നത്. എന്തായാലും ഗീതു അത് മഹേഷിൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത്. അതുമായിട്ട് മഹേഷ് ഇങ്ങ് പോരുന്നു. ഈ സമയത്ത് അവിടെ ഗീതു എങ്ങനെ ഏത് രീതിയിലായെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഗീതു നിമിഷ നേരം കൊണ്ട് അത്രയും വലിയ കെട്ടിടത്തിൻ്റെ മുകളിലെത്തിയിട്ട് തൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി, തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഒരു 100,000 കാര്യങ്ങൾ ഇങ്ങനെ മിന്നിമറിഞ്ഞു വന്നു. പഴയ കാര്യങ്ങൾ ഓരോന്ന്, പണ്ട് ഗീതുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും, അതുപോലെ തന്നെ ഗോവിന്ദനും അതുപോലെ കിഷോർ, ഇവർ രണ്ടുപേരും നൽകിയിരുന്ന ആ നല്ല നല്ല നിമിഷങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഗീതു ചിന്തിച്ചു, അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനു മരിക്കണം? അവർ സുഖമായിട്ട് ജീവിക്കുമ്പോൾ താൻ എന്തിനു വേണ്ടി മരിക്കണം? തൻ്റെ ജീവൻ താൻ എന്തിനു വെടിയണം? അതിൻ്റെ ആവശ്യമില്ല എന്ന് ഗീതു അങ്ങ് ചിന്തിച്ചു. തൻ്റെ ജീവിതത്തിൽ അങ്ങനെ മറ്റുള്ളവർക്കു വേണ്ടി ഒന്നും നഷ്ടപ്പെടുത്തി കളയേണ്ട കാര്യമില്ല എന്നുള്ള ഇവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടതെന്നും അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ആ ഒരു മൈൻഡിൽ നമ്മുടെ ഗീതു ഇങ്ങനെ ചിന്തിക്കുക. അപ്പം ഗീതു ഇവിടെ മരിക്കാനായിട്ടുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും ആദ്യമായിട്ട് അപ്പുറത്തതേ നമ്മുടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നല്ലൊരു പാട്ട് കച്ചേരിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുന്ന വലിയൊരു സദസ്സിന് മുന്നിൽ നല്ലൊരു ശാസ്ത്രീയ സംഗീതമൊക്കെ പാടി നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ഒരു ആൾ, അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മയായിരുന്നു. എന്തായാലും ഈ ഒരു നാട്ടിൽ വന്ന് അങ്ങനെ ഇവർ പരസ്പരം കാണാനായിട്ടുള്ളൊരു നിമിത്തം അങ്ങനെ ആ ഇതിലുണ്ടാകുന്നത്, അങ്ങനെ ആ ഒരിത് അവിടെ സംഭവിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഗീതു മരിക്കാൻ നിന്നിടത്ത് നിന്ന് തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെ ഗീതു എങ്ങോട്ടാണെന്നറിയാതെ ഒരന്തവും ഇല്ല ഒരു കുന്തവും ഇല്ലാതെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഗോവിന്ദ മഹേഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം മഹേഷ് പറയുവാണ്. ഇത് കേട്ടപ്പോഴേക്ക് നമ്മുടെ ഗോവിന്ദൻ്റെ സമനില അങ്ങ് തെറ്റിയില്ലേ. കാരണം അവൻ ചതിയനാണ് എന്ന് 1000 വട്ടം ഗീതുവിനോട് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം ഇവനെ അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് ഗോവിന്ദൻ പറയുന്നത് നുണയാണെന്ന് വാദിച്ച് നിൽക്കുകയായിരുന്നു ഗീതു ചെയ്തത്. ആ കാര്യങ്ങളെല്ലാം ഓർത്തപ്പോഴേക്കും ഗോവിന്ദന് ഇവനെ കൊല്ലാനുള്ള കലി വീണ്ടും വീണ്ടും ഇരട്ടിച്ചു വരുന്നു. എന്നിട്ട് അവനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നിങ്ങനെ മഹേഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാര്യമൊക്കെ നീ വിട്ടേക്ക്, അവനെ ഇനി ഒന്നിനും കൊള്ളില്ല, അവനെ എടുത്തിട്ട് പെരുമാറാനായിട്ടേ ഞാൻ എൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. ഗീതുവിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഒന്നും അറിയാത്തത്. ഗീതു എങ്ങോട്ട് പോയെന്നോ എവിടെയാണെന്നോ ഒരു പിടുത്തവും കിട്ടുന്നില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദനും ആകെ ടെൻഷനായി. നീ ഒന്ന് അന്വേഷിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയുക. അപ്പം ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരെയും നാല് വഴിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, നീ ടെൻഷൻ ആവണ്ട, നീ വേഗം നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ ഗോവിന്ദനോട് പറയുന്നു. എന്തായാലും ഞാൻ ഓൺ ദ വേ ആണെന്നും പറഞ്ഞ് ഗോവിന്ദനും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഗോവിന്ദൻ ഇങ്ങനെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എങ്ങോട്ടാണെന്നൊന്നും ഗീതുവിന് അറിയില്ല. ഗീതു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ്, ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഈ ഒരു ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗീതു ഇങ്ങനെ നടന്ന് ചുമ്മാ ഇങ്ങനെ റോഡൊക്കെ, അതും ബാംഗ്ലൂർ നഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സിറ്റിയല്ലേ, ആ സിറ്റിയിലെ റോഡിലൂടെയൊക്കെ ചുമ്മാ ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോവുക. അങ്ങനെ ക്രോസ് ചെയ്ത് വന്നപ്പോഴേക്കും പെട്ടെന്ന് യാദൃശികമായിട്ട് ഗീതുവിൻ്റെ നേരെ ഒരു വണ്ടി ഇങ്ങനെ വന്ന് ഗീതുവിന് ഇടിച്ച് വീഴ്ത്തുന്നു. ആ വണ്ടി പറന്നിങ്ങ് വരികയും ഗീതു നോക്കുകയും ഇടിക്കുകയും എല്ലാം പെട്ടെന്ന് സടപടയെന്നായിരുന്നു. വേഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. ഈ വണ്ടി വന്ന് ഇടിച്ചെന്ന് നമ്മുടെ ഗീതു തെറിച്ചു പോയി അങ്ങ് വീണു. അപ്പോഴേക്കും വണ്ടിക്കകത്തുള്ളവരും ഞെട്ടിപ്പോയി. മേഡം ഒരാൾ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് ഡ്രൈവർ പറഞ്ഞു. ഈ ഡ്രൈവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മേഡം തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ മേഡം ആരാ? നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മ. അപ്പോൾ ഇതാരാണ്, എന്താണ്, ഇതൊന്നും അറിയാതെ ഗോവിന്ദൻ്റെ അമ്മ തന്നെയാണ് ഗീതുവിനെ വണ്ടി കൊണ്ട് ഇടിപ്പിക്കുന്നത്. ഗോവിന്ദൻ്റെ അമ്മയുടെ വണ്ടിയാണ് വന്ന് ഇടിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഡ്രൈവറും അതുപോലെ അവർ ഓടി ഇറങ്ങി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസമുണ്ട്. വേഗം തന്നെ വാരിക്കോരി എടുത്ത് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
അങ്ങനെ ഗീതുവിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് ICUവിൽ കയറ്റി. അപ്പോഴേക്കും ഗീതുവിൻ്റെ ശരീരത്തിൽ നിന്ന് കുറേ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി. ഈ സമയമായപ്പോഴേക്കും മഹേഷിൻ്റെ ആ ഒരു ഇതിലേക്ക് ഈ ന്യൂസ് എത്തി. പെട്ടെന്ന് തന്നെ മഹേഷ് വേഗം ഫോൺ എടുത്ത് ഗോവിന്ദനെ വിളിച്ചു. ഗോവിന്ദനെ വിളിച്ചിട്ട് ഗീതുവിന് ഇന്നപോലെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, നീ വേഗം വിട്ടോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം എന്ന് മഹേഷ് ഗോവിന്ദനോട് പറയാം. അപ്പോഴേക്കും ഗോവിന്ദന് പിന്നെ എന്താ പറയുന്നത്, ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല. ദൈവമേ, ഇനിയിപ്പോൾ ഗീതുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ, ആ ഒരു പേടിയും ആ ഒരു ടെൻഷനും സങ്കടവും ഒക്കെ കൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ആ ആശുപത്രിയിലേക്ക് ഓടിപ്പോകുക കേട്ടോ. ഈ സമയത്താണ് കിഷോറിനെ തല്ലി ചതച്ച് കൊല്ലാക്കല കൊന്ന വീട്ടിലിട്ടേക്കുന്നത്. അമ്മയും ഭാര്യയും പെങ്ങളും കൂടെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നു. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിൻ്റെ പെട്ടി എല്ലാം അവിടെ ഇരിക്കുക. ഈ സമയത്ത് അവർ വന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്നു കിഷോറിനെ കണ്ടപ്പോൾ കിഷോർ അയ്യോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ വക കരച്ചിൽ, കിച്ചു എന്ന് പറഞ്ഞ് അവർണയുടെ വക കരച്ചിൽ, അതുപോലെ ചേട്ടാന്ന് വിളിച്ച് ശ്രീജയുടെ വക കരച്ചിൽ, എല്ലാവരും കരച്ചിൽ. എന്നിട്ട് പിന്നെ ഒരു തരത്തിൽ എല്ലാവരും കൂടെ കോരിയെടുത്ത് വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം നല്ല വീക്കാണെന്നും നല്ലപോലെ ചതഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഭാര്യയും അമ്മയൊക്കെ. അപ്പോൾ കിഷോറിന് മിണ്ടാൻ പോലും കഴിയില്ല. എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിഷോറിന് ബോധം വന്നതിന് ശേഷം മാത്രമേ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവരങ്ങനെ അതിനെപ്പറ്റി പറയുകയും ചെയ്തേ. അങ്ങനെ ഇവരിതും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും കിഷോർ അതേ ആശുപത്രിയിൽ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു. അതേ ആശുപത്രിയിൽ ICUവിൽ നമ്മുടെ ഗീതു. ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ ഓടിക്കതച്ചിങ്ങോട്ട് കയറി വരുന്നത്. ഗോവിന്ദൻ ഇങ്ങനെ ഓടിക്കതച്ച് കയറി വന്നു. അപ്പോഴേക്കും അവിടെ റിസപ്ഷനിൽ ചോദിച്ചു എവിടെ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ഗീതു ഇങ്ങനെ ICUവിലാണെന്നുള്ള കാര്യം അറിയുന്നത്. വേഗം ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഡോക്ടറോട് ചോദിച്ചു, ഗീതാഞ്ജലിയുടെ ഹസ്ബൻഡാണ് ഞാൻ, ഗീതാഞ്ജലിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് ക്രിട്ടിക്കലാണെന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ അതുപോലെ കേട്ടതും നമ്മുടെ ഗോവിന്ദൻ്റെ ആ ഒരു മൈൻഡ് അങ്ങ് ബ്ലറായിപ്പോയി. കാരണം ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൽ തീരാ ദുഃഖമായി ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് മാറും. അത് ഗോവിന്ദന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗോവിന്ദൻ അന്നേരത്തേക്കും എനിക്ക് എൻ്റെ ഗീതുവിനെ ഒന്ന് കാണണം ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റി. അപ്പോൾ അകത്ത് കയറ്റി ഗീതുവിനെ കാണിക്കുക. കയറി ചെന്നപ്പോൾ ഗോവിന്ദൻ ആ കാഴ്ച കണ്ട് ഞെട്ടുവാണ്. കാരണം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നമ്മുടെ ഗീതു ശ്വാസമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് അവർ ഓക്സിജനും കാര്യങ്ങളൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഊരിയ കൂട്ടത്തിൽ നമ്മുടെ ഗോവിന്ദൻ്റെ കൈകളിലേക്ക് ആ ഓർണമെൻറ്റ്സ് കൊടുത്തു. ആ കൂട്ടത്തിൽ ആ താലിമാല ഉണ്ടായിരുന്നു. ആ താലിമാലയൊക്കെ രക്തത്തിൽ കുളിച്ചിരിക്കുക. അപ്പോൾ ഗോവിന്ദൻ ഈ മാലയും കൂടി എടുത്ത് നോക്കിയപ്പോൾ ബ്ലഡിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന താലിയും മാലയും കണ്ട് ഗോവിന്ദൻ ആകെ സങ്കടമായിട്ടോ. ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ച് അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കരയും. അപ്പോൾ ഗോവിന്ദനെ ഗീതു കണ്ടു. ആ ഒരവസ്ഥയിലും ഗോവിന്ദനെ ഇങ്ങനെ നോക്കുക നമ്മുടെ ഗീതു. അപ്പോൾ ഗോവിന്ദൻ്റെ ആ ഒരു ഇരിപ്പും കരച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗീതുവിന് ഗോവിന്ദനോട് ദേഷ്യമാണിപ്പോൾ, വേറൊന്നുമല്ല. ഗീതുവിനെ വില കൊടുത്ത് വാങ്ങാൻ നോക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദൻ്റെ മേലിൽ ഗീതു കണ്ടിരിക്കുന്ന കുറ്റം. അതെങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊന്നും ഗീതുവിന് ചിന്തിക്കേണ്ടതായ ഒരു ഇതും ഗീതു കാണിക്കുന്നില്ല. അത് ഗീതു നോക്കുമ്പോൾ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതുവിന് എന്തൊക്കെയോ ഗോവിന്ദനോട് പറയണമെന്നുണ്ട്. അങ്ങനെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് തൻ്റെ ആ ഒരു ഇത് ഗീതു ഗോവിന്ദൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ, ഗീതു നിനക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോഴേക്കും ഗീതു ഗോവിന്ദനെ ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ഗീതുവിൻ്റെ ആ ഒരു അന്ത്യാഭിലാഷം എന്നുള്ളൊരു രീതിയിൽ ഗീതു ഗോവിന്ദനോട് തൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നു. ആ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആ അവശ്യ നിലയിലാണ് പറയുന്നത്. ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു രീതിയിൽ. കാരണം ഇത് ഗീതുവിനോട് ഇങ്ങനെ ചെയ്തതിൻ്റെ ആ ഒരു കലിപ്പ് ഗീതു തീർത്തതാണ് ആ ഒരവസ്ഥയിലും. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിൻ്റെ മുന്നിൽ ആ ഒരു സമ്മതമൊക്കെ നടത്തി അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആരാണ് ഗീതുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതൊക്കെ അറിയണമല്ലോ. അപ്പോൾ അവരോടൊരു നന്ദി വാക്കൊക്കെ പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ഒരു നേഴ്സിനെ കണ്ടു. ആ നേഴ്സിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ വൈഫിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഒരു മേഡമാണെന്ന് പറഞ്ഞു. അത് ആരാണെന്ന് ചോദിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മ ഇങ്ങനെ നടന്നു വരിക. അവരെ കണ്ടപ്പോഴത്തേക്കും ഈ നേഴ്സ് പറഞ്ഞു അവരാണെന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തു. ഗോവിന്ദൻ നോക്കുമ്പോൾ അമ്മ. അത് കണ്ടപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ
കലി അങ്ങോട്ട് 10 ഇരട്ടിയായിട്ട് കൂടി. അപ്പോഴേക്കും അവരും ഗോവിന്ദനെ കണ്ടു, ഇങ്ങനെ സ്റ്റക്കായി, മകനെ കണ്ട് സ്റ്റക്കായി നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഈ മേഡമാണ് കേട്ടോ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്ന് ഈ നേഴ്സ് പറഞ്ഞിട്ട് നേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ച ആ മുഖം തന്നെ എൻ്റെ കൺമുന്നിലേക്ക് വന്നിരിക്കുകയാണെന്ന് ഗോവിന്ദൻ അവിടെ നിന്ന് അമ്മയോട് പറയാം. ഇത് കേട്ടപ്പോൾ മോനേന്നും പറഞ്ഞ് വിളിച്ചു. മിണ്ടരുത് നിങ്ങൾ, അങ്ങനെ വിളിച്ചു പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും എൻ്റെ ഭാര്യ ഇവിടെ കൊണ്ടുവന്നാക്കിയത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരും ഞെട്ടിപ്പോയി. സ്വന്തം മരുമോളെയാണല്ലോ അതാ വണ്ടി ഇടിച്ചിട്ടതെന്നും അതുപോലെ മരുമോളെയും കൊണ്ടാണല്ലോ താൻ ആശുപത്രിയിലേക്ക് വന്നത് എന്നുള്ളതും അറിഞ്ഞപ്പോൾ അയ്യോ, പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ. അവരതുപോലെ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ മഹേഷുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നിടത്തേക്ക് മഹേഷ് ഇവിടെ എത്തി. മഹേഷ് അന്നേരത്തേക്കും ഈ കിഷോർ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, അവനെ എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനോട് ഗോവിന്ദൻ പറഞ്ഞു. അതനുസരിച്ച് മഹേഷ് പോയി ഇവനെ തൂക്കിയെടുത്തുകൊണ്ട് വരിക. ഇവനെ തൂക്കിയെടുത്ത് നമ്മുടെ ഗോവിന്ദൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. അപ്പോൾ നീ വെറും നാറിയായിരുന്നല്ലേടാ എന്ന് ഗോവിന്ദൻ കിഷോറിനോട് ചോദിച്ചു. ഇത്രയൊക്കെ ചെയ്തു വെച്ച നിന്നെ അങ്ങനെയൊന്ന് കാണാതെ പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ചോദിച്ചു. ഇവനെ അവിടെ ഇട്ട് ചാവിട്ടി കൂട്ടി നമ്മുടെ ഗോവിന്ദനും. ഇവന് വരുന്നവർ മുഴുവൻ പണി കൊടുത്തുകൊണ്ടിരിക്കുക. പാവം കിഷോറിൻ്റെ ഒരു അവസ്ഥയെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇതേ നമ്മുടെ കഥ വരുന്നത്. ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന നമ്മുടെ ഗീതു ഏത് ലെവലിലാണ് വരുന്നതെന്നും ആരാണ് ഗീതുവിനൊരു താങ്ങായി ഉണ്ടാകുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.